നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡിസംബർ 18 തീയതി ഇതാ മറ്റൊരു കമ്പനി കൂടി മാർക്കറ്റിലേക്ക് എത്തുകയാണ്. അതിൻ്റെ പേര് സൂരജ് എസ്റ്റേറ്റ് ഡെവലപ്പേഴ്സ് ലിമിറ്റഡ് എന്നുള്ളതാണ്. ഇത് മുംബൈയിലെ ഒരു പ്രശസ്തമായിട്ടുള്ള റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പേഴ്സ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. ഈ കമ്പനി മാർക്കറ്റിൽ നിന്ന് 400 കോടി രൂപയാണ് റേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് പൂർണ്ണമായിട്ടും ഫ്രഷ് ഓഹരികളാണ് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ കമ്പനിയുടെ വിശേഷമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. സൂരജ് എസ്റ്റേറ്റ് ഡെവലപ്പേഴ്സ് ലിമിറ്റഡ്. സൂരജ് എസ്റ്റേറ്റ് ഡെവലപ്പേഴ്സ് ലിമിറ്റഡ് ഈ കമ്പനി സൗത്ത് സെൻട്രൽ മുംബൈയിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പിംഗ് കമ്പനിയാണ്. 30 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ഒരു കമ്പനി കൂടിയാണ് ഇത്. ഏകദേശം 1 ദശലക്ഷം സ്ക്വയർ ഫീറ്റ് സ്ഥലം മുംബൈയിൽ നിർമ്മാണം നടത്തിക്കഴിഞ്ഞ ഒരു കമ്പനി കൂടിയാണ്. ഈ കമ്പനിയുടെ പ്രത്യേകത, ഇവർ സ്വന്തമായിട്ടുള്ള വർക്കേഴ്സിനെ വെച്ചിട്ടല്ല ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. പൂർണ്ണമായിട്ടും കോൺട്രാക്റ്റ് കൊടുത്ത് ചെയ്യിക്കുന്ന ഒരു രീതിയാണ് സൂരജ് എസ്റ്റേറ്റ് പിന്തുടരുന്നത്. സൂരജ് എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഈ കമ്പനി ഇതിനകം തന്നെ 42ഓളം വലിയ പ്രോജക്റ്റുകൾ സൗത്ത് സെൻട്രൽ മുംബൈയിൽ ചെയ്തു കഴിഞ്ഞു. മാത്രമല്ല, അത് കൂടാതെ ഒരു 13ഓളം ഓൺഗോയിങ് പ്രോജക്റ്റുകളും 16 അപ്കമിങ് പ്രോജക്റ്റുകളും കമ്പനിയുടെ കൈവശമുണ്ട്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇവർ പൂർണ്ണമായിട്ടും കോൺട്രാക്റ്റ് കൊടുത്താണ് ചെയ്യിക്കുന്നത്, സ്വന്തം എംപ്ലോയീസിനെ ഉപയോഗിച്ചിട്ടല്ല. അപ്പോൾ സ്വന്തം എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ കമ്പനിയിലും അവരുടെ സബ്സിഡിയറിയിലും കൂടി ചേർത്ത് 126 പെർമനൻറ്റ് എംപ്ലോയീസാണ് ഇപ്പോൾ ഉള്ളത്. സൂരജ് എസ്റ്റേറ്റ് ഡെവലപ്പേഴ്സിൻ്റെ വളരെയധികം ഫേമസ് ആയിട്ടുള്ള ചില പ്രൊജക്റ്റുകളുടെ പേരാണ് ഈ കൊടുത്തിരിക്കുന്നത്. സൂരജ് എലഗൻസ 2, ICIC അപ്പാർട്ട്മെൻറ്റ്സ്, CCIL ഭവൻ, ട്രാങ്കുൽ ബേ 1, എലിസബത്ത് അപ്പാർട്ട്മെൻറ്റ്സ്, മോണ്ടിസെർ, സെൻറ്റ് ആൻ്റണി അപ്പാർട്ട്മെൻറ്റ്സ്, ലൂമിയർ ആൻഡ് ട്രാങ്കുൽ ബേ 2, ബ്രഹ്മസിദ്ധി CHS, ജേക്കബ് അപ്പാർട്ട്മെൻറ്റ്സ്, സൂരജ് എലഗൻസ, ഗ്ലോറിസ അപ്പാർട്ട്മെൻറ്റ്സ്, അങ്ങനെ പലതും. ഇതിനൊക്കെ പുറമെയാണ് നാഷണൽ പ്രൈഡ് ആയിട്ടുള്ള പല കോർപ്പറേറ്റ് ഹെഡ് ഓഫീസുകളും കമ്പനി പണിതിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ടതാണ് പ്രഭാവതിയിലുള്ള സാരസ്വത് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ കെട്ടിടം. അതുകൂടാതെ നമുക്കെല്ലാം സുപരിചിതമായിട്ടുള്ള വാഷിയിലെ അല്ലെങ്കിൽ ന്യൂ ബോംബെയിലെ NSEയുടെ കെട്ടിടം, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ കെട്ടിടം, അതിൻ്റെ ചിത്രമാണ് ഈ കൊടുത്തിരിക്കുന്നത്. പിന്നെ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബിൽഡിങ്, ദാദറിലുള്ള ക്ലിയറിംഗ് കോർപ്പറേഷൻ്റെ ബിൽഡിങ്, അങ്ങനെ നിരവധി മന്ദിരങ്ങളാണ് ഇത്തരത്തിൽ നാഷണൽ പ്രൈഡ് എന്നുള്ള ലെവലിൽ അറിയപ്പെടുന്നതും ഈ കമ്പനി പണിതിട്ടുള്ളതും. ഇനി കമ്പനിയുടെ പ്രൊമോട്ടറെ നോക്കാം. രാജൻ തോമസ് എന്ന് പറയുന്ന ആളാണ് ഇതിൻ്റെ പ്രൊമോട്ടർ പ്രധാനമായിട്ടും. അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് രാജൻ മീനത്തകോണിൽ തോമസ് എന്നാണ്. പേര് കേട്ടിട്ട് മലയാളിയാണെന്ന് തോന്നുന്നു. എന്തായാലും എനിക്ക് ചെക്ക് ചെയ്യാനും അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ ചെക്ക് ചെയ്യാനായിട്ടുള്ള അവസരം കിട്ടിയിട്ടില്ല. എന്തായാലും അത് നിങ്ങളൊന്ന് പരിശോധിച്ചോളൂ. രാജൻ തോമസ് ആണ് ഈ ചിത്രത്തിൽ കാണുന്നത്. അദ്ദേഹമാണ് ഇതിൻ്റെ പ്രൊമോട്ടർ. ഇദ്ദേഹത്തിൻ്റെ കൈവശം 100% ഓഹരികളും ഇപ്പോഴുണ്ട്. ഇഷ്യൂ കഴിയുമ്പോൾ അത് 74.95% ആയിട്ട് മാറുന്നുണ്ട്. ഇതിൻ്റെ ലീഡ് മാനേജർ എന്ന് പറയുമ്പോൾ ആനന്ദരാത്തി അഡ്വൈസേഴ്സാണ്. രജിസ്ട്രാർ ഇഷ്യൂവിൻ്റെ ലിങ്കിൻ ടൈം ഇന്ത്യയുമാണ്. ഇനി നമുക്ക് വാല്യുവേഷൻസ് നോക്കുകയാണെങ്കിൽ EPS 10.1 P റേഷ്യോ 33.66, 35.64. പിന്നെ റിട്ടേൺ ഓൺ നെറ്റ്വർത്ത് 58.18% ആണ്. NAV 22.49 എന്നാണ് കാണുന്നത്. സൂരജ് എസ്റ്റേറ്റ് ഡെവലപ്പേഴ്സ് അവരുടെ പിയർ കമ്പനികളായിട്ട് പറഞ്ഞിട്ടുള്ളത്, ലിസ്റ്റഡ് പിയർ കമ്പനികളായിട്ട് പറഞ്ഞിട്ടുള്ളത് ഓബ്രോയ് റിയൽറ്റി ലിമിറ്റഡ്, അവരുടെ EPS 52.38 എന്ന് കാണിക്കുന്നു. പിന്നെ സൺട്രക് റിയാലിറ്റി ലിമിറ്റഡ്, സൺടെക്, അത് 0.10 ആണ് അവരുടെ ബേസിക് ആയിട്ടുള്ള EPS. കീസ്റ്റോൺ റിയൽറ്റേഴ്സ് ലിമിറ്റഡ് 7.67 ആണ്. ശ്രീറാം പ്രോപ്പർട്ടീസ് ലിമിറ്റഡ് 3.88. പിന്നെ ഉള്ളത് മഹീന്ദ്ര ലൈഫ് സ്പേസ് ഡെവലപ്പേഴ്സ് ആണ്, 6.56. പിന്നെ DB റിയൽറ്റി ലിമിറ്റഡ്, അവർ മൈനസാണ്, -2.94 എന്നാണ് അതിൽ കാണിക്കുന്നത്. പിന്നെ ഹബ് ടൗൺ ലിമിറ്റഡ്, അത് 4.16 ആണ്. നമ്മളുടെ സൂരജ് എസ്റ്റേറ്റ് ഡെവലപ്പേഴ്സിൻ്റെ ബേസിക് ആയിട്ടുള്ള EPS നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 10.1 ആണ്.
ഇഷ്യൂ വഴി സ്വരൂപിക്കുന്ന 400 കോടി രൂപ ഇവർ ചെലവാക്കാൻ ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും അവരുടെ 2 സബ്സിഡിയറി കമ്പനിയുണ്ട്. അവരുടെ അക്കോർഡ് എസ്റ്റേറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നും ഐക്കോണിക് പ്രോപ്പർട്ടി ഡെവലപ്പേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന 2 സബ്സിഡിയറി കമ്പനികളും പിന്നെ ഈ സൂരജ് എസ്റ്റേറ്റ് ഡെവലപ്പേഴ്സ് എന്ന് പറയുന്ന പേരൻറ്റ് കമ്പനി ഇവരുടേതായിട്ടുള്ള ചില ബോറോയിങ്സ് ഒക്കെ തിരിച്ചടയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. അതുകൂടാതെ ലാൻഡ് വാങ്ങുന്നതിന് അതിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ലാൻഡ് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് തുക ഉപയോഗിക്കും. കൂടാതെ മറ്റ് കോർപ്പറേറ്റ് ആവശ്യങ്ങൾക്കും എന്നാണ് അവരുടെ പ്രോസ്പെക്ടസിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി സൂരജ് എസ്റ്റേറ്റിൻ്റെ ഫിനാൻഷ്യൽ സൈഡ് പരിശോധിക്കുകയാണെങ്കിൽ റവന്യൂ വളരെ നല്ല രീതിയിൽ തന്നെ ഡെവലപ്പ് ചെയ്തു വരുന്നതായിട്ടാണ് അതായത് ക്രമമായിട്ട് വർദ്ധിച്ചു വരുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 2021 239.99 കോടിയായിരുന്നത് അടുത്ത വർഷമായപ്പോഴത്തേക്ക് 272.72 കോടിയായിട്ട് വർദ്ധിച്ചു. അത് 23 ആയപ്പോഴത്തേക്ക് 305.74 അതിൻ്റെ റവന്യൂ വർദ്ധിക്കുന്നതാണ് കാണുന്നത്. ഈ അറ്റത്ത് കാണുന്നത് ഫസ്റ്റ് ക്വാർട്ടറിലെ 2024 ഫസ്റ്റ് ക്വാർട്ടറിലെ ഫലമാണ്. ഫസ്റ്റ് ക്വാർട്ടറിൽ തന്നെ 102.41 കോടി റവന്യൂ കാണിക്കുന്നുണ്ട്. ഇനി നെറ്റ് ഇൻകം നോക്കാം. 6.28 കോടി രൂപയായിരുന്നു 2021 അല്ലെങ്കിൽ അത് 26.5 ആയിട്ടത് വർദ്ധിച്ചു 2022. പിന്നെ 23 ആയപ്പോഴത്തേക്ക് 32.06 എന്നുള്ള ലെവലിലേക്ക് എത്തിയിരിക്കുകയാണ്. പിന്നെ ഫസ്റ്റ് ക്വാർട്ടറിലെ ഫലം നോക്കുകയാണെങ്കിൽ 2024 14.53 എന്ന് കാണിക്കുന്നു. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ മാർജിൻ പെർസെൻറ്റേജും ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കണ്ടു. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്ന വളരെ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് സൂരജ് എസ്റ്റേറ്റ് ഡെവലപ്പേഴ്സ് എന്നുള്ളതാണ്. ഇനി ഈ ഇഷ്യൂ ഒറ്റ നോട്ടത്തിലൊന്ന് പരിശോധിക്കാം. ഡിസംബർ 18 ഓപ്പൺ ചെയ്യുന്ന ഇഷ്യൂ 20 വരെ നീണ്ടു നിൽക്കും. ഇതിൻ്റെ പ്രൈസ് ബാൻഡ് എന്ന് പറഞ്ഞാൽ 340 രൂപ മുതൽ 360 രൂപ വരെയാണ്. അപ്പോൾ അതൊരു ഫുള്ളി പ്രൈസ്ഡ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണിത്. 400 കോടി രൂപയ്ക്കുള്ള ഫ്രഷ് ഓഹരികളാണ്. ഒരു ഓഫർ ഫോർ സെയിലും ഇല്ല. അപ്പോൾ ടോട്ടൽ സൈസ് എന്ന് പറഞ്ഞാൽ 400 കോടി തന്നെയാണ്. 41 ഓഹരികളാണ് ഒരു ലോട്ട് റീറ്റെയിലറെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ 13 ലോട്ട് വരെ റീറ്റെയിലേഴ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി HNI ആണെങ്കിൽ അത് 14 ലോട്ട് മുതൽ 67 ലോട്ട് വരെ HNIസിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. 5 രൂപയാണ് ഇതിൻ്റെ ഫേസ് വാല്യൂ. 35% റീറ്റെയിലേഴ്സിന് ഓഹരികൾ കൊടുക്കുന്നുണ്ട്, 15% HNIസിനും 50% ഇൻസ്റ്റിറ്റ്യൂഷൻസിനുമാണ് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ അലോട്ട്മെൻറ്റ് വരുന്നത് ഡിസംബർ 21 ആയിരിക്കും. NSEയിലും BSEയിലും ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. ലിസ്റ്റിംഗ് വരുന്നത് ഡിസംബർ 26 ക്രിസ്തുമസിൻ്റെ പിറ്റേ ദിവസമായിരിക്കും. ഇനി ഇത് വാങ്ങണോ വേണ്ടയോ എന്നൊക്കെ സംശയമുള്ളവരോട് നമുക്ക് പറയാനുള്ളത്, നല്ല ഒരു പാരമ്പര്യമുള്ള 30 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളതും അറിയപ്പെടുന്നതും വലിയ രാജ്യത്തിൻ്റെ അഭിമാനങ്ങളായിട്ടുള്ള പല ബിൽഡിങ്ങുകളും പണിതിട്ടുള്ള ഒരു കമ്പനി തന്നെയാണ് സൂരജ് എസ്റ്റേറ്റ് ഡെവലപ്പേഴ്സ്. മാത്രമല്ല അവരുടെ കൈവശം ഇരിക്കുന്ന പ്രൊജക്റ്റുകൾ, ഇനിയുള്ള പ്രൊജക്റ്റുകൾ, ഓൺഗോയിങ് പ്രോജക്ട്സ്, അപ്കമിങ് പ്രോജക്റ്റുകളും നോക്കുകയാണെങ്കിൽ തന്നെ വലിയ ഒരു പ്രോസ്പെക്ട്സ് കമ്പനിക്ക് കാണുന്നുണ്ട്. അത് കൂടാതെ നമുക്ക് പറയുകയാണെങ്കിൽ അവരുടെ മറ്റു തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, അതായത് സ്വന്തമായിട്ടുള്ള പണിക്കാരെ കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമല്ല അവർ ചെയ്യിക്കുന്ന, കോൺട്രാക്റ്റ് കൊടുത്തു തന്നെയാണ് പണിയിക്കുന്നത്. വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു വർക്കാണ് ഇവരുടേത്. പിന്നെ നമുക്ക് പറയാവുന്നത് പെയ്ഡപ്പ് ക്യാപിറ്റൽ 22.18 കോടിയായിരിക്കും ഇഷ്യൂ കഴിയുമ്പോൾ. അത് മാർക്കറ്റ് ക്യാപ്പ് ആണെങ്കിൽ 1597 കോടിയായിരിക്കും. അപ്പോൾ ഈ ഇഷ്യൂവിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതിൻ്റെ കൈവശമുള്ള ലാൻഡും വരാൻ പോകുന്ന പ്രൊജക്റ്റുകളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രൊജക്റ്റുകളും എല്ലാം കൺസിഡർ ചെയ്ത് വരുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും റിയൽ എസ്റ്റേറ്റ് മേഖലയിലൊക്കെ താല്പര്യമുള്ള ഇൻവെസ്റ്റേഴ്സിന് മീഡിയം ടേമായിട്ടും മിഡ് ടേമായിട്ടും ലോങ് ടേമായിട്ടും ചിന്തിക്കുന്നവർക്കെല്ലാം തന്നെ ഇത് അപ്ലൈ ചെയ്യാവുന്നതാണെന്നാണ് വ്യക്തിപരമായിട്ടുള്ള എൻ്റെ അഭിപ്രായം. സൂരജ് എസ്റ്റേറ്റ് ഡെവലപ്പേഴ്സ് ലിമിറ്റഡിൻ്റെ IPO ശേഷം കേട്ടല്ലോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങൾ വീഡിയോ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യണം. അടുത്ത ആഴ്ച പല IPOകളും ഇനിയും വരാൻ കിടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ തിരക്കിലാണ് ഞാൻ. എന്തായാലും നമുക്ക് ഉടൻ തന്നെ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ബൈ.